ഒരു പ്രൈവറ്റ് വെറ്ററിനറി അഡ്മിഷൻ നല്ല കോളേജിൽ നേടുക എന്നുള്ളത് ചലഞ്ചിങ് ആണെന്നുള്ളത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് വെറ്ററിനറി സർജന്മാർ അവരുടെ മക്കളെ ഏത് ടൈപ്പ് കോളേജുകളിലാണ് ചേർക്കുന്നത്. അതാകുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. അത് നമുക്ക് വിശ്വസിച്ച് അവരുടെ മക്കൾ പഠിക്കുന്ന കോളേജിൽ നമുക്ക് എന്തായാലും വിശ്വസിച്ച് ചേരാൻ പറ്റും. അതേപ്പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. അതെ, വെറ്റിനറി മോസ്റ്റ് ജോബ് പൊട്ടൻ്റ് ഉള്ള ഫീൽഡാന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ. സോ ഈ പറഞ്ഞ BVSc ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ ഈ വെറ്റിനറി ഡോക്ടർമാർ പൊതുവേ അവരുടെ മക്കളെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. അവർക്ക് ഗവൺമെൻറ് കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ആണ്. പ്രൈവറ്റ് ഉള്ളത് നമ്മൾ പറയുന്ന പോലെ നോർത്ത് ഇന്ത്യ മാത്രമാണ് ഓപ്ഷൻസ് ഉള്ളത്. ഈ നോർത്ത് ഇന്ത്യയിൽ അവർ ചൂസ് ചെയ്യുന്ന, നമുക്കറിയാവുന്ന ഈ പറഞ്ഞ 1, 2, 3 കോളേജിലാണ് ഇതുപോലെ മാസമായിട്ട് സ്റ്റുഡൻസ് ഒന്ന് ജോയിൻ ചെയ്യുന്നത്. ഡോക്ടേഴ്സിൻ്റെ മക്കൾ ഒരു 20 സ്റ്റുഡൻസ് എങ്കിലും വെറ്റിനറി ഫീൽഡായിട്ട് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡോക്ടേഴ്സിൻ്റെയോ മക്കൾ പഠിക്കുന്ന 20+ സ്റ്റുഡൻസ് ഉള്ള മലയാളി ഡോമിനൻസ് ഉള്ള കോളേജ് ഉണ്ട്. അതേസമയത്ത് ഒരു കുട്ടികൾ പോലും ഇല്ലാത്ത കോളേജാണ് കൂടുതൽ. നമുക്ക് പിന്നെ കോളേജ് ഒന്ന് പേര് പറഞ്ഞ് നമ്മൾ വിളിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതെ, ഈ പറഞ്ഞ എന്താണ് BVSc ഡിഗ്രി ഉള്ള ഈ പറഞ്ഞ വെറ്റിനറി ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വെറ്റിനറി ഫീൽഡായിട്ട് ഇപ്പോൾ നിലവിൽ പേരൻസ് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന 1, 2 കോളേജുകൾ ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ മലയാളി സ്റ്റുഡൻസും പഠിക്കുന്നത്. അതെ. സോ അതൊരു ഫാക്ടറാണ്. ക്വാളിറ്റിയിൽ ടോപ്പാന്നുള്ള കാര്യത്തിൽ നമുക്ക് റിലയബിൾ ഫാക്ടറാണ്. പിന്നെ ഏത് കോളേജ് ചൂസ് ചെയ്താലും ഷെഡ്യൂൾ 1 കോളേജുകൾ ചൂസ് ചെയ്യുക. ഷെഡ്യൂൾ 1 ഇല്ലാത്ത കോളേജിലാണ് നിങ്ങൾക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രജിസ്ട്രേഷൻസിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ നിങ്ങൾ 5 ഇയർ സ്പെൻഡ് ചെയ്യേണ്ടതാണ്. ഒരു ക്വാളിറ്റി അറ്റ്മോസ്ഫിയർ കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ വ്യക്തവും കൃത്യമായിട്ട് അന്വേഷിച്ച് മാത്രമേ പോകാവുള്ളൂ. ഈ വെറ്ററിനറി ഡോക്ടേഴ്സ് ആണെങ്കിൽ ഈ ഫീൽഡിൽ അറിയാവുന്നവർ ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യുന്ന കാര്യമാണ് ഈ പറഞ്ഞ ഷെഡ്യൂൾ 1 കോളേജ് ആണെന്നുള്ളവർക്ക് അവർ ചെക്ക് ചെയ്യും. അതിൽ മലയാളീസ് ഉള്ളതാണ്, അവർക്ക് അറിയാവുന്ന സ്റ്റാഫുകൾ ചിലപ്പോൾ കോളേജുകളിൽ കാണും. അപ്പോൾ ഇങ്ങനത്തെ മെയിൻ ഫാക്ടേഴ്സ് എല്ലാം നോക്കിയാണ് സർജന്മാർ അവരുടെ മക്കളെ വിടുന്നത്. നമുക്കും ആ ടൈപ്പുള്ള കോളേജിൽ ധൈര്യമായിട്ട് വിടാം. അതെ, അതാണ് നമ്മളൊരു ചെക്ക് ഫാക്ടറായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ. സോ നമ്മളായിട്ട് കോൺടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് കോളേജ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീസ് അനുസരിച്ച് സോർട്ട് ചെയ്ത് തരാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഫീൽ ഫ്രീ ടു കോൺടാക്ട് us. താങ്ക് യു.